ഭൂമിയിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളി ഇല്ല എന്നുള്ള ഒരു ഡയലോഗ്, റോക്കി സിനിമയിലെ ഈ ഒരു ഡയലോഗ് വളരെ ആവേശത്തോടു കൂടി കേട്ടിരുന്നവരാണല്ലേ നമ്മള്. എന്നാൽ സ്വന്തം മക്കളെ ഒറ്റിക്കൊടുക്കുന്ന അമ്മമാരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു വാർത്ത ഏറെ ഞെട്ടലോട് കൂടിയിട്ടാണ് കേൾക്കേണ്ടി വന്നത്. ഇപ്പൊ എറണാകുളം തോപ്പുംപടിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയും രണ്ട് പെൺമക്കളും ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് സഹായിയായിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ വരികയാണ്. അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെ ഈ അമ്മയും ഓട്ടോ ഡ്രൈവറും തമ്മിലുള്ള ഒരു ബന്ധം ഉടലെടുക്കുകയാണ്. പതിയെ പതിയെ ഈ ഒരു ബന്ധം അവിഹിതത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഈ ബന്ധം വളർന്ന് വഷളായി. ഒരു പക്ഷേ ഈ ഓട്ടോ ഡ്രൈവർ ഈ അമ്മയെ ഭീഷണിപ്പെടുത്തിയേക്കാം ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പുറത്തു പറയും എന്നുള്ളത്. അങ്ങനെ ഈ അമ്മ നിർബന്ധിതയാവാണ് സ്വന്തം മക്കളെ കൂടി ഇയാൾക്ക് കൂട്ടിക്കൊടുക്കാനായിട്ട്. അങ്ങനെ 10ഉം 12ഉം വയസ്സുള്ള മക്കളും കൂടിയും പെൺമക്കളും കൂടിയും ഇയാളുടെ പീഡനത്തിന് ഇരയാവുകയാണ്. ഏറെ സങ്കടകരമായ ഒരു കാര്യമാണല്ലേ. അച്ഛനോ നഷ്ടപ്പെട്ടു, അമ്മയുടെ സമ്മതത്തോടു കൂടി 2 വർഷക്കാലത്തോളം നിരന്തരമായി മുറിവേറ്റ പെൺകുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം സങ്കടകരമാണല്ലേ. ഇതൊന്നും പറയാനായിട്ട് ഇവർക്ക് ആരും ഉണ്ടായി കാണില്ല. അങ്ങനെ ഈ ഒരു കേസ് പുറം ലോകം കാണുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയെയും പെൺമക്കളെയും മടുത്ത ഈ കാമഭ്രാന്തനായിട്ടുള്ള ഓട്ടോ ഡ്രൈവർക്ക് ഈ പെൺകുട്ടികളുടെ കൂട്ടുകാരികളെയും വേണമെന്നായി. അങ്ങനെ ഈ കുട്ടികളെ ഇയാൾ നിരന്തരമായിട്ട് നിർബന്ധിക്കുകയാണ്, കൂട്ടുകാരികളെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയോ എന്നുള്ളത്. അങ്ങനെ നിർബന്ധം സഹിക്ക വയ്യാതെ ഈ പെൺകുട്ടികൾ കൂട്ടുകാരികൾക്ക് കത്തെഴുതുകയാണ്. ഞങ്ങളുടെ രണ്ടാനച്ഛന് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വീട്ടിലേക്ക് വായോ എന്നുള്ളത്. അങ്ങനെ ഈ കത്തെഴുതി കുട്ടികൾ കൂട്ടുകാരികൾക്ക് കൊടുക്കുകയാണ്. അപ്പം ഈ കത്ത് കിട്ടിയ കൂട്ടുകാരികളിൽ മിടുക്കികളായ ചില കുട്ടികളുണ്ട്. ഒരു ടീച്ചറുടെ മകളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കത്ത് ഇവർ ടീച്ചർമാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പം കത്ത് കിട്ടിയതോടുകൂടി ടീച്ചർമാർക്ക് എന്തോ പന്തികേട് തോന്നി. അവർ ഉചിതമായൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു കേസ് പോലീസിലെത്തുന്നത് തന്നെ. പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്, ഈ ഓട്ടോ ഡ്രൈവറെ പിടിച്ചിട്ടുമുണ്ട്. ഈ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. അമ്മയുടെ സമ്മതത്തോടു കൂടിയാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പം നിരന്തരമായി 2 വർഷക്കാലത്തോളം ഒരു വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നുള്ളത് അമ്മയ്ക്ക് അറിയാതിരിക്കാനായിട്ട് സാധ്യത കുറവാണല്ലേ. അമ്മയുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ എടുത്ത് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പെൺമക്കളെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ്. സ്വന്തം വീട്ടിൽ നിന്ന് പോലും പീഡനം ഏറ്റി വരുന്ന പെൺകുട്ടികളാണ് അല്ലെ. കഴിഞ്ഞൊരു മാസം മുമ്പ് ഒരു വാർത്ത ഞാൻ ഇതുപോലെ റിയാക്ഷൻ ചെയ്തിരുന്നു. സഹോദരന്മാർ തമ്മിൽ ഇതുപോലെ അവിഹിതമായി ബന്ധമുണ്ടായി, അതിലൊരു കുട്ടി ജനിച്ചൊരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ പോലും പെൺമക്കൾ സുരക്ഷിതരല്ല. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ മറ്റൊരു കൂട്ടുകാരികളുടെ വീട്ടിലേക്കെന്നും പറഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിരന്തരമായും നമ്മുടെ പെൺകുട്ടികൾക്ക് നാം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക. പിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായി ശബ്ദമുണ്ടാക്കുക, ഒച്ച വയ്ക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിരോധ മാർഗങ്ങളെല്ലാം നാം ചെയ്യുക. ഇത്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന പെൺമക്കൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക. നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള കൂട്ടുകാരികളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ അല്ലെങ്കിൽ അംഗനവാടിയിൽ നിന്നും ഇത്തരം വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നവരോടോ തുറന്നു പറയുക. കാരണം നമ്മൾ പീഡനം സഹിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. ഇങ്ങനെ പീഡനം സഹിച്ചിരിക്കുന്ന പെൺകുട്ടികൾക്കുണ്ടല്ലോ, മെൻ്റലി അവരാകെ തകർന്നിരിക്കാം. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. മുമ്പൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്ന കുട്ടികൾ ചിലപ്പോൾ അവർ സംസാരിക്കാതിരിക്കും, അവരുടെ കളികൾ മാറും, അവർ ചിരിക്കാതെയാകും, അവരാകെ ഗ്ലൂമി ആയിരിക്കും. അവർക്ക് വല്ലാത്തൊരു മുറിവാണ് ഏറ്റിട്ടുണ്ടാവുക. ഇനി ജീവിതകാലത്തിലുടനീളം ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനോ ഒരു പക്ഷെ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. താൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. തൻ്റെ ഭാഗത്തല്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു ബോധം അവരെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ജീവിതകാലത്തിലുടനീളം കിട്ടുന്ന ഒരു ഉണങ്ങാത്ത ഒരു ഈച്ചാട്ടോ ഒരു ഉണങ്ങാത്ത ഒരു ഉണങ്ങാത്ത മുറിവാണ് ഇത്തരം സംഭവങ്ങളിലൂടെ പെൺകുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ തുറന്ന് സംസാരിക്കുക, തുറന്ന് പറയുക ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ
എത്ര എന്താ പറയുക, ഒരു 10 കണ്ണ് ചുറ്റിലുണ്ടെങ്കിൽ പോലും നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് തന്നെ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ ലഹരിയുടെ ഉപയോഗം മൂലം, അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരികൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലേ, അതും പ്രായഭേദമന്യേ. നമുക്ക് ഒരു രക്ഷപ്പെടാൻ, ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്നാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമുക്ക് എത്ര കാലം നമ്മുടെ മക്കളെ മുറിക്കുള്ളിൽ അടച്ചിട്ട് വളർത്താൻ പറ്റുമല്ലേ? ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് പുറത്തു പോകേണ്ടതും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇടപെടേണ്ടതും ഏറെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ എന്ത് വിശ്വസിച്ച് നമ്മളിന്ന് കുട്ടികളെ പുറത്തേക്ക് വിടുമല്ലേ? നമ്മളോട് സൗഹൃദം നടിക്കുന്നവർ പോലും ഒരു പക്ഷെ എപ്പോഴാണ് അവർ തിരിഞ്ഞ് നമ്മളെ കൊത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിലും സംഭവിച്ചത് അത് തന്നെയാണ്. അമ്മ ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല, അമ്മയ്ക്ക് ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതായിരിക്കാം. അയാൾ പിന്നെയാണ് അയാളുടെ ഒരു ദുഷ്ചിന്ത തൻ്റെ മക്കളുടെ അടുത്തും അയാൾ കാണിച്ചു തുടങ്ങിയത്. അപ്പം ഇതാണ് ഒരു ആണുങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. പൊതുവെ അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല പൂക്കളെയും തേടി പോകുന്നവരാണെന്നുള്ളത്. അവരുടെ ഒരു രീതി അങ്ങനെയാണ്, അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇതിനൊന്നും ന്യായീകരിക്കല്ല കേട്ടോ, അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്